ഹായ് വെൽക്കം ടു നമ്മളടുത്തൊരു വീഡിയോക്ക്. ഇന്നത്തെ കലാപരിപാടി വേറെ ഒന്നല്ല കേട്ടോ. എൻ്റെ കുട്ടിക്കാലം വെക്കേഷനാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ഓടി എത്തണ കാര്യം വെക്കേഷനിൽ വിഷുവിൻ്റെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടും പാട്ടൊക്കെ എടുത്തിട്ട് മാമൻ്റെ അവിടേക്ക് ഒരു പോക്കുണ്ട്. എല്ലാവരും മാമൻ്റെ അവിടെ. അന്ന് മാമൻ്റെ 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ബാക്കി 3 കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട് കേട്ടോ. അപ്പം അവർ 2 കല്യാണം കഴിഞ്ഞ് പോയവരൊക്കെ വലിയവരും. അവർ കുറേ മക്കളൊക്കെ കൂടിയിട്ട് വെക്കേഷന് വരും. കേട്ടാ പൈപ്പ് ഓഫ് ചെയ്യും ഒക്കെ കൂടി വെക്കേഷന് വരും. വെക്കേഷന് വന്നു കഴിഞ്ഞാൽ അല്ല അവര് വരണ്ടെന്ന് പറയൂ. എന്താ വെച്ചെങ്കിൽ അതെന്റെ നാട്ടില് വെള്ളം പറ്റണ സമയം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ കെട്ടുപോലെടുത്തിട്ട് പോട്ട്. ഞങ്ങൾക്ക് എന്നെ ആരും കഷ്ടപ്പെടാറില്ല. ഞങ്ങള് ഗോപാലമാമനോടെ രാമകൃഷ്ണനോടൊക്കെ വെച്ചാൽ പൊന്നും വർക്കിന് വയ്ക്കാൻ കാത്തും മോടിയുണ്ട്. അതാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ രാമകൃഷ്ണനോടൊക്കെ പോയിട്ട് ഞങ്ങൾ പിള്ളേഴ്സായിട്ട് അവിടെ നിന്ന് വെള്ളം പോയിരുന്നു. ഞങ്ങൾ അവിടെ താളി ഉണ്ടാക്കുക. 2-3 മണിക്കൂർ കുടിക്കല താളി ഉണ്ടാക്കണ പരിപാടി. താളി ഉണ്ടാക്കല്, കുളിക്കല്, തേവില്, അരി വറക്കല്, എന്തൊക്കെ പരിപാടിയായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള കുളിക്കണച്ചെങ്കിൽ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ താണ്ടി അവര് വെള്ളം കൊണ്ടുവരും. ഇല്ല കുളിക്കല് രാമകൃഷ്ണനോട് ഞാൻ കുളിക്കല്ലോ. അപ്പൊ അവിടെ വെള്ളം ഉണ്ടല്ലോ. അവിടെ വെള്ളം ഉണ്ട്. പിന്നെ നിങ്ങളെന്തിനാ മാമിൻ്റെക്ക് പോകണം മുടിപ്പിക്കാനാ? അല്ലെന്നാ വെക്കേഷനാ അത് മുടിപ്പിക്കുന്നിട്ട് എൻ്റെ അച്ഛനും ആവശ്യത്തില്ല. എൻ്റെ അച്ഛനെ ആരും ആശ്രയിച്ചിരുന്ന ആളാണെന്നൊക്കെ തോന്നുന്നു. എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ ഒക്കെ സ്വഭാവം കണ്ടിട്ട് അല്ല വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു വെക്കേഷൻ. ഇന്നത്തെ പിള്ളേർ വേറെ മൊബൈൽ ഇത് കളിക്കും പിടിക്കുന്നതൊന്നുമല്ല. ചിലർ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ആ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ വീഡിയോ ഉണ്ട് കുട്ടിക്കാലത്ത്. അതൊക്കെ കറക്റ്റായി. ഞങ്ങക്ക് ചോറൊന്നും വെക്കാൻ പറ്റില്ല. അരി വറുത്തത് ഓർമ്മ അച്ഛൻ്റെ 2 കിട്ടുള്ളൂ. അപടി നിർത്തി അങ്ങനെ. പക്ഷെ ആ ഒരു കുട്ടിക്കാലത്ത് ലൈഫിലെ ഏറ്റവും രസമുള്ള ഓർമ്മകൾ എന്താ വെച്ചാൽ വല്യമ്മയുടെ മോന് ഞാൻ ഒരേ പ്രായം. ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഉറങ്ങുള്ളൂ. അങ്ങനെയാണ് കുട്ടിക്കാലം തൊട്ടേ ഞാൻ ചുക്കു അങ്ങനെ ചുക്കു എന്ന് വിളിക്കട്ടെ തന്നെ സുഹാസ്മാരി. അങ്ങനെ കുട്ടിക്കാലഘട്ടത്തില് ഞങ്ങൾ ഓർമ്മകളായവർക്ക് ശരി രാവിലെ എണിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല പത്തിരി, അതായത് മാമന് ഷാപ്പിലെ കറിക്കച്ചവടം മാമന്. അപ്പോൾ രാവിലെ ഒരു 9-10 മണിയാകുമ്പോഴേക്കും ബീഫാവും, കൊള്ളിഷ്ടാവും, പത്തിരി ആവും, ചപ്പാത്തി ആവും, ഗ്രീൻ പീസ് ഉപ്പേരി. ഭയങ്കര ടേസ്റ്റോടെ നാളികേരൊക്കെ ഇട്ടൊരു ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ട്. അതൊക്കെ കൂടിയിട്ട് ഷാപ്പില് കന്യാകുമാരി ചപ്പാത്തി മേമ പരത്തുന്നതായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നമുക്ക് പേപ്പർ വായിക്കാൻ പറ്റും. അത്രയും കനം കുറഞ്ഞിട്ട് മേമ ചപ്പാത്തി ഉണ്ടാക്കും. അതൊക്കെ വേറെ ടേസ്റ്റ് തന്നെയാണ്. അത് അന്നൊക്കെ ബീഫ് കഴുകിയില്ലേ കൈമ നിറച്ചിങ്ങനെ നെയ്യിരിക്കും. ഇന്നത്തെ ബീഫ് കഴുകിയിട്ടും കാര്യം വെച്ചാണ്. അന്നത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ അത് തിന്നണത് അവിറ്റ മൃഗങ്ങൾ തിന്നണത് എല്ലാം പുല്ലും ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ പേപ്പറ് സിനിമയുടെ പോസ്റ്റൊക്കെ വലിച്ചു തടിച്ചത്. അതതിന്റെ കാര്യം. അതല്ല അന്നത്തെ സത്യം. അന്നത്തെ ആ ഒരു ബീഫിന്റെ ടേസ്റ്റ് ഒന്നും നമ്മളപ്പോൾ അങ്ങനെ ബീഫ് വെക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ഇല്ല. എന്താ വെച്ചാൽ ആ ബീഫിന്റെ കൂടാണ് അന്ന് ഗവൺമെന്റ് മേമ വെക്കുന്നത്. അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിടും, സബോള അരിഞ്ഞിടും, പച്ചമുളക് അരിഞ്ഞിടും, പിന്നെ മസാലപ്പൊടി എണ്ണയിലാണ്ട് ചട്ടിയിൽ വറുത്തിട്ട് കട്ടിടും, ഉപ്പിടും, കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും, കൈ കൊണ്ട് തിരുമ്പിയിട്ട് കുക്കറിൽ വിസിലടിപ്പിക്കും. ഇതാണ് പണ്ട് വയ്ക്കാട്ടോ. പക്ഷെ ഇതിന് ഒരു ടേസ്റ്റ്. അതിങ്ങനെ പത്തിരി മേമ പത്തിരി ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും പത്തിരിയുടെ നടു ഇങ്ങനെ എത്രയും കോയിൽ പത്തിരിയാ അതിങ്ങനെ നടു ചീന്തിട്ട് ഇങ്ങനെ പഞ്ചസാര. അതിനെ നിങ്ങൾ സോൾവ് ചെയ്യാനാണെങ്കിൽ സോൾവ് ചെയ്യില്ല. കാര്യം വെറുതെ ഞാൻ പറഞ്ഞു തരാം, കാണിച്ചു തരാം കാര്യം എന്താന്ന്. എന്താണ് അച്ഛന് മോളും ഒരു 100 ഗ്രാം പേസ്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മുക്ക വളർത്തുന്നു. ഇതെന്താ കാര്യോ? ഇത് വേണ്ട, അതൊന്നും വേണ്ട. എന്റെ കുട്ടീനെ എടുത്തോളൂ. അത് വേണ്ട, എടുത്ത് വെച്ചോ. അപ്പൊ എല്ലാം അടി ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിന് എടുത്താൽ മതി. അപ്പൊ എല്ലാം അടി ഉണ്ടാക്കണം. നിങ്ങക്ക് വേണ്ട.
തുന്തി പിന്നെ കുഞ്ഞു പിന്നെ അമ്മമ്മ പെണ്ണാണി. എന്തായാലും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോക്കട്ടാ. നമ്മൾ പത്തിരിപ്പൊടി എടുത്തു, കുറച്ച് ഉപ്പിട്ടു, ഇങ്ങനെ കുറച്ച് ജീരകം ഇട്ടു, പൊളിക്കാണ്ട്. എന്നിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് തിരുമ്പി വയ്ക്കുക. നമുക്ക് നല്ല ചുവന്നുള്ളിയും നാളികേരം കൊണ്ടുവരാം. ഓക്കെ. അങ്ങനെ ദേ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിൽ ഒരു പത്തിരി ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് എന്തോ കുറേ നാളായിട്ട് അങ്ങനെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയതാട്ടോ. അപ്പോൾ ഈസ്റ്ററിന് മേടിച്ച് ബീഫിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ചോദിച്ചൊന്ന് രാവിലെ നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിനായിട്ട് നാളികേരം ചെരിക്കുന്നു. ഞാൻ പൊടിയൊക്കെ എടുത്തു. അതിൽ ഉപ്പും നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പെടുന്നത് ചെറുതാക്കി അരിഞ്ഞ നാളികേരക്കൊത്തും ചുവന്നുള്ളി അരിഞ്ഞത് തൊട്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായി കൊണ്ട് തിരുമ്പി വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ ആ പത്തിരിയുടെ ഇടയിൽ നാളികേരം എത്ര ചെരിതിട്ടാലും പക്ഷെ ആ കൊത്ത് കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. നല്ല പച്ച നാളികേരം നല്ല എങ്ങനെ ഉണ്ടായിരുന്നു പത്തിരി? നല്ല സോഫ്റ്റ് ആയിരുന്നു, ഉള്ളൊക്കെ നല്ല സോഫ്റ്റും. നല്ലതാന്ന് പറയില്ല ആൾക്കാർ, അതുകൊണ്ട് എനിക്ക് വിഷമായി. നല്ലതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അല്ല, അത് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ നന്നായി കൈ വെച്ച് നല്ലോണം ആ നാളികേരപ്പാലും ഒന്ന് ഇറങ്ങണ നിലയ്ക്ക് നമുക്ക് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കുമ്പോൾ അതിൽ ആ ചുവന്നുള്ളി കനം കുറഞ്ഞിട്ട് അരിഞ്ഞതാണേലും അതൊന്ന് നന്നായി കൈ കൊണ്ട് തിരുമ്പുമ്പോൾ ആ ഉള്ളിയുടെ സ്മെല്ലും നാളികേരത്തിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ സ്മെല്ല് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം, തിളപ്പിച്ച വെള്ളം, ആദ്യം ഞാൻ ഉപ്പ് പൊടി ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് നാളികേര കൊത്തും ചെറിയ നാളികേരവും ഓക്കെ. നാളികേരത്തിൻ്റെ അളവൊക്കെ നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ അനുസരിച്ച് ഇടാം കേട്ടോ. അതിൽ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് പല തരത്തിലായിരിക്കും. നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം എത്രത്തോളം വെള്ളം വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം എന്നേട്ട എന്താ ചെയ്യുന്നത് അറിയാം, ഉരുളക്കിഴങ്ങ് ഉടയ്ക്കണൊരു സാധനമില്ല, അതുകൊണ്ടാട്ടോ എന്നേട്ട മാവ് ഇങ്ങനെ കുഴയ്ക്കുക. കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല. അത് നല്ലൊരു കാര്യം കേട്ടോ. നന്നായി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ, പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള സാധനമായിട്ട് ഈ റിങ് ഞാൻ മേടിച്ചത് കുറേ നാളെ, പക്ഷേ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. കുട്ടിക്കാലത്ത് ഇങ്ങനെ ഷാപ്പിലേക്കുള്ള പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു റിങ്ങിലാട്ടോ. പക്ഷെ അന്നത്തെ റിങ് ഇത്ര കട്ടിയില്ല, ഒന്നും കൂടി കട്ടി കുറവും കുറച്ചും കൂടി വലുപ്പമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കട്ടിയും കുറച്ച് വലുപ്പം കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ അതിൻ്റെ ഉള്ളിലെടുത്തിട്ട് പിന്നെ ഒന്ന് കനം കുറച്ച് കൊടുക്കും ചെയ്യും, ഒന്ന് വട്ടം വീശെടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒറ്റ ട്രിപ്പിന് തന്നെ 4, 5, 6 നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നതിനനുസരിച്ച് അപ്പുറത്ത് ഞാൻ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ചുട്ടെടുക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നു. ലാസ്റ്റ് ആയപ്പോൾ ചെറിയ 2 ഒരു പത്തിരി ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് ചുട്ടെടുത്തു. ഇത് നമ്മൾ നാളികേരപ്പാലിൽ ഇട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല, അങ്ങനെ ഡപ്പയിൽ അടച്ചു വെച്ചു കേട്ടോ. പിന്നെ ഒരു ചട്ടി ചൂട് ഉള്ള ചട്ടി, അധികം ചൂട് പാടില്ല കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് നമ്മുടെ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, ഇതാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. ചട്ടി ചൂടായപ്പോൾ നല്ലോണമായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ചട്ടി ചൂടാക്കിയിട്ടാണ്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ കരിയരുത്, ശ്രദ്ധിക്കണം പെട്ടെന്ന്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞ് നമുക്ക് കയ്പ്പ് ടേസ്റ്റ് ആവട്ടാ. അപ്പോൾ അത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇതാക്കാട്ടോ. പിന്നെ അടുത്തത് ഞാൻ ചെയ്യേണ്ടത് പണ്ട് അവർ ചെയ്തിരുന്നതല്ല, പക്ഷേ ഞാൻ മാത്രമാണ് ചെയ്തു. എനിക്കൊരു മേമപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ വെറുതെ ചെയ്താട്ടോ. പച്ചയ്ക്ക് ബീഫിലേക്ക് ഇട്ടാൽ മതിട്ട് ഇഞ്ചി ചുവന്നുള്ളി ചതച്ചത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഈ ചൂടുള്ളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതായിരിക്കും ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചകുത്തും പോകണമെങ്കിൽ പോട്ടേന്ന് വെച്ചു കേട്ടോ. പണ്ടൊന്നും അങ്ങനെയല്ല, പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്യുക കേട്ടോ. അത് നന്നായി ചൂടായതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തോട്ടെ. ഇതുപോലെ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാൻ 2 വീഡിയോ എഡിറ്റിങ്ങും പോസ്റ്റേഴ്സും ഡബ്ബിങ് കേട്ടോ. അതാണ് ബസ്സിൻ്റെ ശബ്ദമാണ് കേട്ടത്. ഞങ്ങൾ വില്ലേജിലേക്ക് വന്നതാട്ടോ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളിത് ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടു, ഗരം മസാല പൊടി ഇട്ടു, കല്ലുപ്പ് ഇട്ടു കേട്ടോ. കല്ലുപ്പാണ് ഇടുന്നത്. ഇനി ഇടുന്നത് സബോളയും കറിവേപ്പില ഇടുക. എന്നിട്ട് കൈ വെച്ചിട്ടുണ്ടല്ലോ നല്ല മധുരമായിട്ട് തിരുമ്പി ഒട്ടച്ചാണ്ട് കൊടുക്കുക. ചിക്കൻ്റെ എന്തിയല്ല, ബീഫ് കുഴയ്ക്കുമ്പോൾ നമുക്ക് എല്ല് കൊയ്യുമ്പോൾ കുത്തുന്നുള്ള പേടിയില്ല. എല്ലില്ലാത്ത പീസുകളാണെങ്കിൽ നമുക്ക് നന്നായി ഇങ്ങനെ തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആ യോജിപ്പിക്കുന്നതിലാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇപ്പോൾ ഒന്നും പണ്ടത്തെ നെയ്യുള്ള ബീഫ് കാരണമൊന്നുമില്ല, അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കല്ലുപ്പ് തരും കൂടി ഇട്ടു. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കല്ലുപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടാണ്. കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബീഫ് വേവണതിനനുസരിച്ച് പലവരുടെയും കുക്കറിൽ പല വിസിലാട്ടോ. അപ്പോൾ ഞാൻ 4 വിസിലടുപ്പിച്ചു കേട്ടോ. 4 വിസിലടുപ്പിച്ചേക്ക് കറക്റ്റ് വേവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെന്ത് ഉടഞ്ഞില്ല, കറക്റ്റ് വേവായിട്ടാണ്.
പിന്നെ നമ്മൾ ആ മസാല ഒക്കെ കൈയൊക്കെ ഒന്ന് കഴുകി ആ ഒരു വെള്ളം നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഒരു കാ ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് അടുപ്പ് കത്തിച്ചുകൊണ്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. ഇത്ര ബീഫ് ഇത്ര എളുപ്പത്തിൽ വെക്കാൻ പറ്റുമോ? കുറച്ച് സൊറുക്ക് ഒഴിക്കുന്നുണ്ട്. അത് പണ്ടൊന്നും അങ്ങനെ സൊറുക്ക് ഒഴിച്ചിരുന്നില്ല. ഇപ്പം നമ്മൾ ഈ സൊറുക്ക് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് വിനാഗിരി ഈ ബീഫിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇറച്ചിക്ക് നല്ല സോഫ്റ്റ് കിട്ടും, അതിനാണ് നമ്മൾ ഈ ഒഴിക്കണം. പിന്നെ കുറച്ചും കൂടി ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കട്ടെ. എത്ര പെട്ടെന്നാണെന്ന് അറിയാം ബീഫ് ഉണ്ടാക്കി കഴിഞ്ഞ്. കുറേ നേരത്തെ പരിപാടികളൊന്നുമില്ല. സബോള വാട്ടിയെടുക്കുക, തക്കാളി വാട്ടിയെടുക്കുക, അങ്ങനത്തെ ഇപ്പം കലാപരിപാടികളൊന്നുമില്ല. ശരിക്കും അങ്ങനെ വാട്ടിയെടുക്കുന്നേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇതെല്ലാം നല്ല മസാല ഒക്കെ കറക്റ്റ് പിടിച്ച് സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ വേറെ എളുപ്പപ്പണിയാണ്. ഒരു ചട്ടി വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. ചെറിയ തീര് വേണം കേട്ടോ, നല്ല തീയായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. നല്ലൊരു സ്മെല്ലാട്ടോ അങ്ങനെ ഇതാക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ആ ബീഫ് തട്ടി ഒരു 5 മിനിറ്റ് ഇട്ടിട്ടൊന്ന് ചാറ് കുറുകണ വരയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി സെറ്റ്. ആംബുലൻസൊക്കെ പോകുന്നുണ്ട് സ്പീഡിൽ, ആളെടുക്കാൻ പോണതല്ല, ആരും ഇല്ലേ ഇതിൽ. അങ്ങനെ ഇത് നമ്മുടെ ബീഫ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ട ഇനി ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇടുന്നവർക്ക് മല്ലിയില ഇടാം. അന്നത്തെ കാലത്തൊന്നും മല്ലിയില ഒന്നും ഇല്ല, കറിവേപ്പിലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിപ്പോഴേക്കും എന്നിട്ട് അന്ന് ഈസ്റ്ററിന് മേടിച്ച് കുറച്ച് ചിക്കൻ ഇടുന്നിരുന്നു. അപ്പോൾ അത് വറക്കാൻ വേണ്ടിയിട്ട് ഇതേ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളകും പൊടി, കുത്തിയ മുളക്, പെരിഞ്ചീരകം, കുറച്ച് ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ച് കുറച്ച് ചെറുനാരങ്ങ നീരും കൊണ്ട് പിഴിഞ്ഞാണ്ട് ഒഴിച്ചാണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചിക്കൻ സോഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല. ചെറുനാരങ്ങ പിഴിയണ നേരമാകുമ്പോൾ ഞാൻ അനുവേട്ടനെ വിളിക്കും. ഞാൻ പിഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നീരൊന്നും കറക്റ്റ് വരില്ല, എൻ്റെ കൈ കൊണ്ടൊന്നും അങ്ങനെ പിഴിയാൻ പറ്റില്ല. എന്നും ഞാൻ വല്ലതും മേടിക്കാൻ പോകുമ്പോൾ ചിന്തിക്കട്ടെ ചെറുനാരങ്ങ പിഴിയണ സാധനം മേടിക്കണമെന്ന്, പക്ഷേ എന്നും മറന്നിട്ട് പോരും. അപ്പോൾ ചെറുനാരങ്ങയിലെ കുരുവൊക്കെ ഞാൻ പറക്കി കളഞ്ഞു. എന്നിട്ട് ആ നീരൊക്കെ പരട്ടി സെറ്റ് ചെയ്ത് വെച്ചുവിട്ടു. അപ്പോഴേക്കും നമ്മുടെ പൊന്നൊക്കെ വർക്ക് കഴിഞ്ഞ് പൊന്നു ഷേപ്പൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി ആട്ടതേ കുണുക്ക അങ്ങോട്ട് നടക്കേണ്ടത്. നമ്മുടെ കാർത്തുമ്മ കുറേ നേരമായിട്ട് അമ്മേനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിന് കുറച്ച് പാലൊക്കെ കുടിച്ച് മുമ്പേ കുടിച്ചിട്ട് കൂട്ടി നടക്കുകയാണ് കേട്ടോ. കണ്ട അപ്പോഴേക്കും കുണുക്ക ഇടയ്ക്കിടയ്ക്ക് ഇടക്കിലേക്ക് വരാനൊന്നുമില്ല, ആയ വിശന്നിട്ട് വയ്യാന്നിട്ട് പറയാൻ വേണ്ടി വരണം കേട്ടോ. അങ്ങനെ ബീഫ് കറി ഞാൻ ആ കുണുക്കൻ പഠിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പഠിക്കുക കഴിഞ്ഞപ്പോൾ ഞാൻ ബുക്കൊക്കെ മാറ്റി വയ്ക്കാനപ്പോൾ കുണുക്കൻ ബുക്കൊക്കെ എടുത്തുകൊണ്ട് മാറ്റി വെച്ചു. ഇതേ വെള്ളം കൊണ്ടുവച്ചു, പത്തിരി കൊണ്ടുവച്ചു, ബീഫ് കറി കൊണ്ടുവച്ചു കേട്ടോ. എനിക്ക് നമ്മളെ പലതിനും പല ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കി നോക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് വരും. എന്നിട്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ. എല്ലാവർക്കും ഈ പത്തിരിയും ഈ ഒരു ബീഫ് കറി ഭയങ്കര ഇഷ്ടം. ഞാൻ നാളികേരപ്പാൽ ഒഴിക്കണവർക്ക് നാളികേരപ്പാൽ ഒഴിക്കാട്ടോ പത്തിരിയിൽ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. നമ്മൾ ചെറിയ തീരിട്ട് വേവിച്ചെടുത്തപ്പോഴേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറവശം അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുണിക്കുമോള് പഠിക്കാതിരുത്തിണ്ടായിരുന്നു. അപ്പോൾ എന്താ പഠിക്കാത്തതിന് തല്ലുണ്ടാക്കി പിണങ്ങി നടക്കുക കേട്ടോ. ആശാത്തി എന്നിട്ട് ഞങ്ങളൊക്കെ കഴിച്ച് കഴിയുന്നതോടുകൂടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കഴിയാറായിട്ട് വേഗം പോരേന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചുണ്ടാക്കിയുള്ളൂ. പൊന്നും ഷേബി കുറച്ച് ദൂരേക്ക് വർക്കിന് പോയത്. അപ്പോൾ അവർ വരുമ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ വെച്ചിട്ട് അവർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരപ്പോൾ അവരെത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളതെന്ന് പിന്നെ ഞാനൊരു പത്തിയും കുറച്ച് കറി എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ ഡയറ്റിങ്ങിലൊക്കെ ആകാൻ ഒരുപാട് ഫുഡ് തന്നെ ഒരു പത്തിരിന് ഞാൻ കഴിച്ചുള്ളൂ. പിന്നെ കുണിക്കുമ്പോൾ അപ്പോഴേക്ക് പിണക്കൊക്കെ മാറ്റി വന്ന് ഭക്ഷണമൊക്കെ ആയിരിക്കുന്നുണ്ട്. പിന്നെ കാർത്തുമ്മ ഫുഡ് കഴിച്ചില്ലെങ്കിലും അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കുറുമ്പ് കാണിക്കില്ല. അപ്പോഴേക്കും ഷെബിയുടെ കഴിക്കില്ലെങ്കിൽ ഷെബി കുണിക്കുമോളെ എടുത്തുകൊണ്ടേട്ടാ കുണിക്കുമോളെ കാർത്തുമ്മേനെ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയി വന്നു. എൻ്റെ പെങ്ങളവിടെ പോയപ്പോൾ അവിടെ നിന്ന് ചക്കയും മാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ മാമ്പഴം ചെത്താട്ടാ, എന്നാലും പ്രിയൂരിൻ്റെ മാങ്ങ. അപ്പോൾ അത് ചെത്തി കുണുക്കനും കുണിക്കൊക്കെ കൊടുത്തു, കാത്തുമ്മയ്ക്കും കൊടുത്തു. ഞാൻ പിന്നെ അതിൻ്റെ മാങ്ങ രണ്ടിയുടെ വശം 2 പഴുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 അവരെന്നെ മാമ്പഴം കണ്ടു കഴിഞ്ഞാൽ കുണുക്കനും കുണിക്കും പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നമ്മളെങ്ങനെ നേരെ പോയി ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നപ്പോൾ കുറച്ച് ഓർണമെൻറ്റ്സ് നമ്മുടെ കയ്യിലായിരുന്നു. അത് കൊണ്ടുകൊടുക്കാൻ പോയതാട്ടാ. അത് കൊണ്ടുകൊടുത്തു. ഇതേ വന്നു. കുളിക്കാനും പിടിക്കാനും ഒന്നിനും നേരം കിട്ടിയിട്ടാട്ടെ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ നമ്മൾ കറിയൊക്കെ വെക്കില്ല കഴിഞ്ഞിട്ടുണ്ടല്ലേ, അതൊക്കെ തുടയ്ക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നു അല്ലേ.
ചിക്കൻ വറക്കാട്ടു പിന്നെ പരിപ്പ് കൂട്ടാനെല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ കുണുക്കിന് പഠിപ്പിക്കാൻ കൊണ്ട് കുറച്ച് നേരം കൊണ്ട് ഇരുത്തി. അപ്പോഴേക്കും പൊന്നും അന്നേട്ടനും മാറി മാറി ചിക്കൻ വറക്കലും കറി ഉണ്ടാക്കലും ആ പാത്രമൊക്കെ ഇതൊക്കെ അവരെന്നെ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കായക്കൊല കൊടുക്കാണ്ടായിരുന്നു. കായക്കൊല കൊടുത്തു. അപ്പോൾ പോയി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പച്ചക്കറി കുറച്ച് മേടിച്ച് തന്നു കേട്ടോ. കായക്കൊല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി മേടിക്കുക ചെയ്യുക. അങ്ങനെ സബോള ഒരു പാത്രത്തിലേക്ക്, ചുവന്നുള്ളി ഒരു പാത്രത്തിലേക്കൊക്കെ ആയിട്ട് മാറ്റി എല്ലാം സെറ്റ് ചെയ്യൊക്കെ കേട്ടോ. അങ്ങനെ ഇതേ ഉച്ചത്താവൂന്ന് കഴിക്കണ നേരെ. അപ്പോൾ അത് കണ്ട പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അവളുടെ പഠിപ്പ് മാത്രം കഴിയില്ല, കുണുക്കൻ്റെ കഴിയും, അവൻ്റെ കഴിയില്ല. അപ്പോൾ അവിടുന്ന് തല്ലുണ്ടാക്കിയിരിക്കുക. അങ്ങനെ ഇന്ന് ചിക്കൻ വറുത്തതുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, അച്ചാറുണ്ട്, ബീഫ് കറി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്, പപ്പടം വെച്ചിട്ട്. അപ്പം ഞാൻ ഒരച്ചട്ടകം ചോറ് എടുത്തിട്ട് എന്തിനാണെന്നറിയോ, സത്യന ബീഫും പപ്പടവും കൂട്ടി കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വേണ്ടാന്ന്. അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് ചോറുണ്ട് പറഞ്ഞു. പിന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ആ ബീഫും അതിന് അതറിയാം എന്താ അല്ലെങ്കിൽ ഉണക്കമീൻ ഉണ്ടെന്ന് പറക്കാം. ഞാൻ വറുത്തില്ല. എന്താ വെച്ചാൽ ഈ ബീഫിൻ്റെ ചാറും ഈ പപ്പടവും ഭയങ്കര രസമാണ് കുഴച്ച് തന്നെ. അത് ചിക്കൻ കറി വെച്ചാലും ടേസ്റ്റ് തന്നെയല്ലേ പപ്പടം കുഴച്ച് കഴിക്കാൻ, നല്ല പപ്പടം. അങ്ങനെ നീ കുറച്ച് മാങ്ങച്ചാറും ബീഫിൻ്റെ ചാറൊക്കെ കൂടി കുഴച്ച് കഴിയുമ്പോൾ അപ്പത്താണെങ്കിലോ നല്ല വെള്ളരിക്കും പരിപ്പും കറി. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനുള്ള കാര്യം അതിൻ്റെ ഇടയിലുണ്ടായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഡള്ളായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അടിച്ചോടെ കഴിഞ്ഞപ്പോൾ പോയി കിടന്നു കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നു. എന്നിട്ട് പിന്നെ ഒരു 4:30 5 മണി 6 മണി ആ നേരത്തെ എരിച്ചു, കുളിച്ചു, കുണുക്കനെ കുളിപ്പിച്ചു, കുണുക്കിനെ കുളിപ്പിച്ചു. ഞാൻ അന്വേട്ടൻ കുളിക്കാൻ കയറിയിട്ട് അപ്പോൾ ഞാൻ കുളിച്ച് വിളക്ക് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നാൾ വിളക്ക് വയ്ക്കുന്ന ഒരു വീഡിയോ എന്താന്ന് പറഞ്ഞു, മകളെപ്പോലെ അമ്മ കണ്ടിട്ട് ചെയ്യാമെന്ന് തോന്നാന്ന്, പൊന്നു ചെയ്യണത് പോലെ കണ്ടിട്ട്. ഇത്ര നാൾ ഞങ്ങൾക്ക് സ്വാമി റൂമില്ലാത്തവൻ അന്വേട്ടനാണ് മുകളിൽ പോയിട്ട് വിളക്ക് കത്തി ചെയ്യുന്നില്ല. അപ്പോൾ അമ്മ മോളെ കണ്ട് പഠിക്കുക അങ്ങനെയൊന്നും അല്ല. അപ്പോൾ വിളക്ക് കത്തി അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് തോന്നണേ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ലൈഫിൽ ഏറ്റവും ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ സമയത്ത് നടന്നു കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നുമല്ല. എന്നൊക്കെ നിങ്ങൾ ഓരോന്നിനും കാണുന്നതിനും പിടിക്കുന്നതിന് നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, മനസ്സിലായി. അല്ലാണ്ട് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഇടിവെട്ടും കാര്യങ്ങളുണ്ടായിട്ട് പുറത്ത്. അപ്പോൾ ഞാനും കുണുക്കി കുറി തൊടാൻ വേണ്ടി വീടിൻ്റെ പുറത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഇന്നാളും ഉണ്ടായാലും കുങ്കുമാണോ എന്നൊരു കമൻറ്റ് വെച്ചു. കുങ്കുമല്ല കേട്ടോ, ആ ഡപ്പയിൽ ആ ഒരു ഇതിൽ ഭസ്മാണ് കേട്ടോ, ഭസ്മത്തട്ടാണ്. അത് നമ്മൾ വീടിൻ്റെ പുറത്തിങ്ങനെ ഇതാക്കിയിരുന്നതാണ്. അത് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എപ്പോൾ പോയാലും വെച്ചാൽ 300-400 കേൾക്കുമ്പോൾ നമ്മളത് ഇട്ടിട്ട് വരും. പ്രാവശ്യം 230 രൂപ അല്ലേ കൊടുത്ത് മേടിച്ചു, കണ്ണടച്ചുകൊണ്ട് മേടിച്ചു. അങ്ങനെ ദേ നമ്മുടെ ഹാളിൽ രണ്ടാളും കൂടി ഇടി വെട്ടണം. രണ്ടാളും ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇരിക്കട്ടാ. ടി വി ഓഫ് ചെയ്തപ്പോൾ പിന്നെ രണ്ടാളും ഇങ്ങോട്ട് ചേക്കേറി കണ്ട. ഞാൻ ചായ വെക്കാന്നപ്പോൾ അതപ്പോൾ ആദ്യം പുറത്ത് കയറി ഇരിക്കേണ്ട കുണുക്കൻ, മറ്റാൾക്കും കയറണം. അപ്പം ഞാൻ ചായയില പുറത്തുനിന്ന് ഇട്ടിട്ട് വന്നപ്പോഴേ ചായക്ക് കുറച്ച് കടുപ്പ് കൂടി. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് എടുത്തിട്ട് ഒഴിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ചായയിലേക്ക് പഞ്ചസാര ഇടില്ല, എനിക്കും എൻ്റെ ഏട്ടന് വിത്തൗട്ടാ. അപ്പോൾ കടുപ്പധികം കൂടാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചു. ഉണക്കിക്കുള്ള ചായയിൽ പഞ്ചസാര ഇടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മോൻ പാദ്യം പുറത്ത് കയറുന്നത്. ഇപ്പം ഈ വീഡിയോയിലാണ് ഞാൻ കാണുന്നത്. കഷ്ടപ്പോൾ ഞങ്ങൾ വരുമ്പോഴേ കയറിയിരിക്കുന്നത് കാണണം. പക്ഷെ അത് എങ്ങനെയാണ് കയറുന്നത് ഇപ്പം ഈ വീഡിയോയിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കയറുക. ആ പച്ചക്കസാര കൊണ്ടിട്ട് നല്ല കേട്ടോ. അലമാരിയൊക്കെ നാശം കിട്ടും. നടക്കണോടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ആരോട്ട് ബിസ്ക്കറ്റ് വേണം. ഇവരെന്നെ പൊളിച്ചിട്ടോണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പോയിട്ട് എടുത്തു കൊടുത്തു. അവരുടെ എപ്പരിട്ടിട്ട് കുറച്ച് അവർക്ക് കഴിക്കാൻ വെച്ചിട്ട്. പിന്നെ രാവിലത്തെ ഒരു 1.5 കഷ്ണം പത്തിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ബാക്കി വരില്ലായിരുന്നു. പിന്നെ ഉണ്ണിയോൾക്കാരിൽ ഇടയിൽ ചോദിച്ചാലോ വെച്ചിട്ട് ബാക്കി വെക്കണതാണ്. അതിന് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണിയോട് ചോദിച്ചാലോ വെച്ചിട്ട് 1.5 പീസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് മാറ്റി വെച്ചാൽ ചിലവാവില്ലെന്ന് നമുക്കറിയാം. അപ്പം ഇതേ ഉണ്ണികൾക്ക് പഞ്ചസാര ഇടാം കേട്ടോ. ഉണ്ണിയുള്ള ചായയിൽ രണ്ടാൾക്കും കുറേശ്ശെ പഞ്ചസാര ഇട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു. ഞങ്ങൾക്ക് വിത്തൗട്ടേക്കാനും പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ലല്ലോ. ചായ ഇതേ പന്നിയാടിന് ഈ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ 3 ഗ്ലാസ്സിൽ ചായ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 3 ആൾ മാത്രമല്ലേ ഉള്ളൂ. പൊന്നു ഷേബിയും കൂടിയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ പോയില്ല അവർ. ഉച്ചയല്ല അല്ല, ഞങ്ങളുടെ 3 ഗ്ലാസ് അവിടെ ഇരിക്കണേട്ടാ. അന്വേട്ടൻ്റെ ഒരു ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ 3 ഗ്ലാസ് പറഞ്ഞത്. അന്വേട്ടനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് മൂന്നാൾക്ക് ചെറിയ കപ്പിൽ തന്നെയാണ് വലിയ കപ്പിൽ ചായ കേട്ടോ. വിത്തൗട്ട് അങ്ങനെ കുറച്ച് കൂടുതൽ കുടിച്ചാലും കുഴപ്പമില്ലല്ലോ കേട്ടോ. നല്ല ചായപ്പൊടി. പക്ഷെ കഴിഞ്ഞു കേട്ടോ മോനെ. പൊന്നിനോട് കുറച്ച് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞ അവരെന്തായാലും ചായ ഉണ്ടാക്കി കുടിക്കില്ല. അങ്ങനെ നമ്മൾ ആ ജഗ്ഗിലും കൂടി വെള്ളം ഒഴിച്ച് കഴിക്കട്ടെ. എന്താ വെച്ചാൽ ആ ജഗ്ഗ് സത്യം പറഞ്ഞാൽ നല്ല ഉപകാരം കേട്ടോ. ആ കാശ് മുതലായി എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഉണ്ണോളൂ ജഗ്ഗ് വെള്ളം കുടിച്ചിട്ട് അവിടെ ഒക്കെ വെള്ളം തെറിപ്പിക്കും. ഇത് വഴിക്ക് വീഴുകയും ചെയ്യേ. ഇതിലിപ്പോൾ ഞാൻ കഴിയുമ്പോൾ ഞാനത് നിറച്ച് വയ്ക്കും. അല്ലെങ്കിൽ ആരവിടെ കാണുന്ന വെച്ചാൽ ആ ജഗ്ഗ് കാര്യം കഴിഞ്ഞപ്പോൾ നിറച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇവരെന്നെ വന്നിട്ട് ഇവർക്ക് ആവശ്യത്തിന് ഇവരെന്നെ എടുത്ത് കുടിക്കും കേട്ടോ. കണ്ടില്ലേ അതെടുക്കും അവരെന്നെ. എന്താ വെച്ചാൽ ഒരുപാട് വെയിറ്റ് ഇല്ലാത്താനും അവർക്കത് എടുത്ത് കുടിക്കാനൊക്കെ സുഖമാണ്. നല്ല ഭംഗിയുള്ളൊരു ജഗ്ഗ്. ഒക്കെ എത്ര 194 രൂപയാണ് ആയിട്ടുള്ളൂ അല്ലേ? പക്ഷെ 300-ന്റെ 400 ജഗ്ഗ് കേട്ടോ. നെക്സ്റ്റ് ഓഫറിൽ കിട്ടിയതാട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ വേസ്റ്റിൽ കൊണ്ടിട്ടാണ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊണ്ടിട്ടാണ് കൊണ്ടുപോയി. അതെന്തിനാ പറഞ്ഞു വെച്ചാൽ അവരതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞെരങ്ങിയിട്ട് ആകെ പൊടിയാക്കിയിട്ട് അപ്പോൾ അത് തുടക്കണമെങ്കിൽ അവരറക്കണം. അപ്പോൾ അവരത് കൊണ്ടിടാൻ പോയി നേരം കൊണ്ട് ഞാൻ അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ട്. എന്താ വെച്ചാൽ നമ്മൾ വൈറ്റ് ഗ്രാനൈറ്റ് ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ തുടയ്ക്കുന്ന തുണി കയ്യിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല. എന്താ അഭിപ്രായം? ചായ കുടിക്കാൻ പോയിട്ട് എല്ലാവരും ചായ സെറ്റാണ്. ഇടി വെട്ടുന്നുണ്ട്. പുറത്തേക്ക് പറയാൻ കേട്ടാ. രാവിലത്തെ ബീഫ് 10 രൂപ. കറ ടേസ്റ്റാണ്. ഹലോ വെച്ചിട്ടല്ലേ ഈ വെച്ചിട്ടാണ്. ഇപ്പൊ അവര് പരിപ്പൂട്ടാൻ വേണ്ടി ചോറ് ഉച്ചയ്ക്ക് പരിപ്പൂട്ടാണ് അവർക്ക് കൂട്ടാൻ ഇഷ്ടമായി. പരിപ്പ് വെള്ളത്തിൽ തക്കാളി എന്താ വൈറ്റിന്റെ ആരും മേടിക്കരുത്. അല്ല മേടിക്കുന്നുണ്ടോ എപ്പോഴും നമ്മള് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. ഇടയ്ക്ക് മിന്നിലുണ്ട്, ഇടി മിന്നുണ്ട് കേട്ടോ. അപ്പോൾ ടി വി ഒക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ 3-4 കൂടിയിട്ട് ചായ കുടിക്കാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടോ. ഇപ്പോൾ സത്യം ഈ ഒരു സിറ്റ് ഔട്ട് ഭയങ്കര രസമാണ് ചായ കുടിക്കാനും ഇരിക്കാനൊക്കെ. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം വീട് പണി നമുക്ക് കുറച്ച് പണി നടത്തിയിട്ട് ഇതൊരു ഭയങ്കര ഒരു ഫീലായി. സിറ്റ് ഔട്ട് അടിപൊളി. ആ സമയത്ത് അവിടെ ഉള്ളപ്പോൾ നമുക്ക് അവിടെ ഇരിക്കണം തോന്നുന്നു. സിറ്റ് ഔട്ട് അത് പണികളൊക്കെ കഴിഞ്ഞൊരു 6:30-7 മണി നേരത്ത് നമുക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ അല്ലേ അത് വേറൊരു ഫീലാട്ടെ. മനസ്സിന് സന്തോഷം. നമ്മുടെ വീട് ഇപ്പം സത്യം നമ്മുടെ വീടിൻ്റെ മുഖച്ചായ തന്നെ മാറി. ആർക്കും നാളെ വന്നിട്ട് നമ്മുടെ വീട് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കണ്ടിട്ട്. നിങ്ങളുടെ വീട് കണ്ടിട്ട് മനസ്സിലായത് പഴയ വീട് കണ്ടിട്ട് ഇപ്പോഴത്തെ വീട് കാണുമ്പോൾ ആൾക്കൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് മധുര കെട്ടിന്നുള്ളൂ. അപ്പോഴേക്കും ഇപ്പം ഞാൻ ചെയ്യണ പരിപാടി എന്താണെന്ന് അറിയാം. കോഴിമുട്ട മേടിച്ചുകൊണ്ട് കഴുകിയിട്ട് വെള്ളം വര വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വാർന്നതിന് ശേഷം അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല, അത് ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ടാണ് നമ്മൾ ഈ താറാവിൻ്റെ പോലത്തെ കൊട്ടയിൽ കോഴിമുട്ട വയ്ക്കാൻ കേട്ടോ. ചിലരൊക്കെ അതൊരു പ്രാന്താണ് വയ്ക്കും. നിസ്സാരമായ കോഴിക്കാട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാൻ ഒരു ഇഷ്ടക്കുറവുണ്ട് കേട്ടോ. എന്താ കേട്ടോ എന്നാലത് കാണുമ്പോൾ ഒരു ഇഷ്ടക്കുറവ്. എന്താ ചെയ്യുക എന്താന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ എന്നിട്ടതൊക്കെ കഴുകി ക്ലീനാക്കി അങ്ങനെയല്ല കേട്ടോ. അതിനായിട്ടില്ലേ ഈ എൻ്റെ വീട്ടിലൊക്കെ കോഴി മുട്ട എടുപ്പിക്കുക കൂട്ടുന്ന വേടുന്നത് തട്ടിട്ട് കുടിക്കുന്ന ആളാ. അങ്ങനത്തെ പിന്നെ എന്താ ഇപ്പൊ പറ്റില്ലല്ലേ? അന്നത്തെ എന്താ കാലത്ത് പറ്റില്ല അല്ലേ? അങ്ങനെ ഞാൻ പൊന്നും കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അഞ്ഞൂരൻ്റെ അമ്മേരെ അടുത്തേക്ക് പോയിട്ടാ. അഞ്ഞൂരൻ്റെ അമ്മേരെ അടുത്ത് നമ്മൾ 1 മണിക്കൂർ ചെയ്യുന്നുണ്ടാവില്ലേ? ഇന്നലെ പോയിട്ട് 1 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു. എന്താ വെച്ചാൽ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം അമ്മേരെ അടുത്ത് ഇരുന്നിട്ട് വീട്ടിലേക്ക് പൊന്നും ഷെബി വരുന്നുണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്താ വെച്ചാൽ താക്കോല് ഞങ്ങളുടെ അല്ലേ വീട് പൂട്ടിയിട്ട്. അപ്പോൾ അവർ വരുന്നുണ്ടപ്പോൾ വന്നു. അവർ ഇതിന് പൊന്നു പറഞ്ഞു വേഗം വായമ്മ ഞങ്ങൾക്ക് ഇപ്പോൾ പോകണം. അമ്മ വേഗം വായി ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നു. ദേ വന്നപ്പോൾ അവരെന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഭക്ഷണം ഒന്നും വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാനു. പിന്നെ എന്താ പൊന്നു ഇന്നലെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കൊള്ളി മുട്ടയും ബീഫും കൂടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബീഫും കൂട്ടിയിട്ട് ഞാൻ ഇട്ട് 2 കോഴിമുട്ട കൂടി തട്ടി ഒട്ടിച്ച് ഒന്നുകൂടി സെറ്റ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടി അടിപൊളി. കുറച്ച് കുരുമുളകും പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ഷാപ്പിൽ മാമ ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാ വെച്ചാൽ ബീഫ്, കോഴിമുട്ട, ഗ്രീൻ പീസ് ഇത് 3 കൂടിയിട്ട് ഇങ്ങനെ കുത്തി പിരിക്കും.
ഇപ്പം മുട്ടയും ഗ്രീൻ പീസ് അല്ല, അങ്ങനെയല്ല. ഇത് ഈ മൂന്നെണ്ണം കൂടിയിട്ട് മാമ കൊടുത്തു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ആ കൊത്തി പൊരിച്ച കൊടുത്തോട്ടെ. എനിക്ക് തിന്നാൻ പറ്റില്ല, ഞാൻ രാത്രി പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ആ ചായ കുടിച്ചതിനുള്ള. പിന്നെ ഞാൻ ഒരു മൂസമ്പി ഉണ്ടായിരുന്നു കേട്ടോ, അത് മുറിച്ച് കഴിക്കുകയും ചെയ്തിട്ട്. അപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, അതിനായിട്ട് ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദേ അടുക്കള ക്ലീനാക്കി കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഒരു മൂസമ്പിയൊക്കെ എടുത്തോണ്ട് കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുക. അല്ലെങ്കിൽ മൂസമ്പി നാശമായി കളയേണ്ടി വരും. അപ്പോൾ അതാണെങ്കിൽ അത് തീറ്റയും കഴിഞ്ഞു. അത് വായിക്കൊരു ഭക്ഷണം കഴിക്കാൻ നമ്മളൊരു ടേസ്റ്റ് വ്യത്യാസം വരും വായിക്കുക. അപ്പോൾ അവൻ അത് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അത് നന്നാക്കി കഴിക്കുമ്പോഴേക്കും ഇത് അതിനായിട്ട് ഊണ് കഴിച്ച് അതിനായിട്ട് വന്നിട്ട്. അപ്പോൾ ഞാനും അതിനായിട്ട് കൂടി ഷെയർ ചെയ്ത് കഴിച്ചു അതിനായിട്ടാ. അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. ആ മൂസമ്പി കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ അത് വേറൊരു ടേസ്റ്റ് ആട്ടോ. മട്ടിപ്പ് വരും, മട്ടിപ്പില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ടും ഞാൻ പൊട്ടിച്ച് അതിനായിട്ടും വയൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനായിട്ട് ഊണ് കഴിക്കലൊക്കെ കഴിച്ചു. പക്ഷേ ഇന്നലെ ചതി ഉണ്ടായത് എന്താ വെച്ചാൽ കുണിക്കുമ്പോളോട് ചോറ് വേണമെന്ന് ആരും ചോദിച്ചില്ല. അത്ര ഞാൻ ചോദിക്കും ചെയ്തു. കുണിക്ക് ഈ മുട്ടയും ഗ്രീൻ പീസും കഴിക്കുമ്പോൾ കുറച്ച് ചോറ്. അപ്പോൾ കുണുക്കനും ഷെബി പൊന്നൊക്കെ മുട്ടയും ഗ്രീൻ പീസും കഴിച്ചാൽ അവർക്ക് ചോറ് വേണ്ടായിരുന്നു. അതിനായിട്ട് അതും കഴിച്ചു, കുറച്ച് ചോറും. കുണിയുടെ സ്വഭാവം കണ്ടിട്ട് ഞാൻ ചോദിച്ചു, കുണിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടം ആ പരിപ്പ് കറിയാണ്. അപ്പം ഞാൻ ചോദിച്ചു വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേട്ടൻ രാവിലെ എന്നേക്കാളും മുന്നേ എനിക്ക് അടുക്കളയിൽ പണിയെടുത്ത് തുടങ്ങും. ഞങ്ങൾ ഒരുമിച്ച പണിയോട് അവസാനിപ്പിക്കുക. എല്ലായിടത്തും ഇങ്ങനെ ഭർത്താക്കന്മാരുണ്ടോയെന്നല്ല, ഇവിടുത്തെ ആളിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനേട്ടൻ മോൻ കഴുകി, അതിൻ്റെ പിന്നാലെ ഞാനും മോൻ കഴിഞ്ഞ് അടുക്കള ക്ലോസ് ചെയ്ത് പോവാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചു കാർത്തുമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് വെച്ചപ്പോൾ പൊന്നു പറഞ്ഞു കോഴിമുട്ട പുഴുങ്ങിയത് കഴിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ തരി ചോറ് കൊടുത്തു നോക്ക്, അല്ലെങ്കിൽ രാത്രി ആൾ ഉറക്കില്ല. അപ്പോൾ പൊന്നു കുറച്ച് ഞാൻ എന്ത് ചെയ്തു, ചോറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചും ചെയ്തു. അങ്ങനെ പക്ഷേ അതൊന്ന് കുറച്ചെടുത്ത് കാർത്തൂന് ചോറ് കൊടുത്തു നോക്കി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ബുക്കും പേനയൊക്കെ കൊണ്ട് വേണ്ടി പഠിക്കാൻ വലിയ ആള് അച്ചാച്ചൻ രാവിലെ ബുക്ക് അവിടെ എങ്ങനെ എത്തിയെന്നുണ്ട്. കാർഡിയുടെ ബുക്ക് നോക്കിയേ അടുക്കള ഒതുക്കിയ അടുക്കളയിൽ. പിന്നെ ആരോ ഞാൻ പഠിക്കാൻ രാത്രിയല്ല കള്ളന്മാര് പഠിക്കാൻ വന്നു. കാർത്തുമ്മയുടെ പണിയാണ് കേട്ടോ. അപ്പോൾ കാർത്തുമ്മ ബുക്കും പെൻസിലും കൊണ്ടപ്പോൾ ഞാൻ പൊന്നിനോട് വന്ന് ചോറ് കൊടുക്കുന്നത്. ഞങ്ങൾ പൊന്നിനെ അടിക്കുന്ന പോലെ കാണിക്കുമ്പോൾ 2 വായൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ ചോറ് തിന്നാണ്ടായപ്പോൾ നമ്മൾ അവളുടെ അടുത്ത മരുന്ന് എന്താ വെച്ചാൽ നമ്മുടെ കുണിക്കുമോളെന്നെ വിളിക്കുക എന്നുള്ള കേട്ടോ. കുണിക്കുമോൾക്ക് ചോറ് കൊടുക്കണോണ്ട് അവൾക്ക് ഭയങ്കര കുശുമ്പ്. അപ്പോൾ ഞാൻ കുണിക്കിനെ വിളിച്ചു. അപ്പണ്ട് കുണിക്ക് പറയണ് ഇങ്ങനെ തേങ്ങുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുണിക്കുക വെച്ചാൽ പറഞ്ഞു, എനിക്കാരും ചോറ് തന്നില്ല, എന്നോട് ആരും ചോദിച്ചില്ല, പരാതി. അപ്പോൾ ദേ പൊന്നിൻ്റേത് അവളും ചോറ് മേടിച്ചിരിക്കുന്നു. പക്ഷേ കുറച്ച് ചോറ് കാർത്തൂന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കാർത്തൂന് മതിയാക്കിയപ്പോൾ കുണിക്കുമ്പോഴും പൊന്നും കഴിച്ചിട്ട് ലാസ്റ്റ് അതിലത്തെ വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ കുണിക്കിക്ക് കൊടുക്കുമ്പോൾ കണ്ട കാർത്തൂന്ന് കുണിക്കിക്ക് എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ മൂപ്പർക്കും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ പറയല്ലേ.